परमेश्वर के दास बहुत आशीष की गीतों के द्वारा हर्षित किया, इसी कारण मैं धन्यवाद देता हूँ। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. मसीह की नाम महिमा हो। ഇന്ന് നാം ചിന്തിക്കുന്നത് ഹൃദയത്തെ കുറിച്ചത്രേ. आज मनन करने के लिए आग्रह की हृदय के बारे में। ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അവയവം അത്രേ. हृदय हमारा शरीर की एक अमुक भाग है। ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിച്ചിട്ട് സർട്ടിഫൈ ചെയ്യുന്നത് കാർഡിയാക് അറസ്റ്റ് കൊണ്ട് മരിച്ചുപോയി എന്നത്ര. एक व्यक्ति की मृत्यु हो गया जब डॉक्टर ने वो दिया देता है हार्ट अटैक आ गया, वो व्यक्ति ऑफ हो गया। എന്നാൽ നമ്മുടെ ഹൃദയം കേടുള്ളതാണെങ്കിൽ ഒരു പരിധിവരെ അത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് നടക്കുന്നുണ്ട്. आजकल दिनों में हृदय बदल देता है, दूसरा की हृदय और को रखते हैं। ഏതാണ്ട് ഒരു വർഷം 5000-ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്ത് എമ്പാടുമായിട്ട് നടക്കുന്നു എന്നാണ് കണക്ക്. दुनिया की कोने कोने तक एक वर्ष में लाखों हृदय दूसरों को बदल देते हैं। അതിൽ 80% ആളുകളും ഒരു വർഷം ജീവിച്ചിരിക്കും. और 80% लोग और 1 साल तक जीते हैं। എന്നാൽ 70% ആള് 5 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നാണ് കണക്ക്. और कई प्रतिशत 5 साल तक जीते रहते हैं। എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഹൃദയം മാറ്റിവെക്കലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और प्रभु की वचन में धर्मशास्त्र में हृदय बदलने के बारे में लिखा गया है। ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം നമ്മുടെ ഡോക്ടർമാരും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ ചിന്തിച്ചത്. शायद हो वो बाइबल से उन्होंने पाया गया वो बात के आधार पर हृदय बदल देते हैं। ശരീരത്തിലെ ഒരു ഓർഗൻ എന്നതിലുപരിയായിട്ട് ഹൃദയം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും കേന്ദ്രമായ ഒരു സ്ഥാനം എന്നത്രേ. हृदय के बारे में यो बात दिया जाता है, हमारा मन भावनी हो, सोच विचार हो, शरीर के सारे अधिकार और हृदय की चिंता के बारे में आगे जाते बढ़ते हैं। ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. परमेश्वर की आत्मा हमारा हृदय में वास करते हैं। ഈ ഹൃദയത്തിൻ്റെതായ പോരായ്മകൾ, അതിന്റെ ഡിഫക്റ്റ് മാറ്റുന്നതിന് ദൈവത്തിന് കഴിയും. हृदय की मनभावनी को बदल डालने के लिए परमेश्वर को हो सकता है। അതെ, നാം എങ്ങനെയാണ് ഒരു പുതിയ ഹൃദയം സ്വീകരിക്കുന്നത്? हम कैसा भी एक नया हृदय स्वीकार करते हैं। കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കാൽവരിയിൽ ക്രിസ്തു നിർവഹിച്ചതായ ആ ഫിനിഷ്ഡ് വർക്ക്, പൂർത്തീകരിക്കപ്പെട്ടതായ ആ യാഗം നാം സ്വീകരിക്കുകയും തയ്യാറാവുക. हमारा हृदय कैसे बदलते हैं? मसीह के प्रेम, उनकी बलि की और हमारा हृदय की आनंद के लिए आते हैं, तब हमारा हृदय की और सोच विचार बदल देते हैं. നമ്മുടെ കല്ല് പോലുള്ള ഹൃദയങ്ങളെ മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയത്തെ നമുക്ക് നൽകാമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. मसीह के वचन हमें यही सिखाते हैं, हमारा हृदय पत्र की न्याय होवे तो एक सरल निर्मल हृदय प्रभु ने दिया देता है, ये बाइबल में पाया जाता है. കഠിനമായ അല്ലെങ്കിൽ കല്ല് പോലുള്ളതായ ഹൃദയം എന്ന് പറയുന്നത് ദുശാഠ്യമുള്ളതായ ഹൃദയം അത്രേ. और ऐसा हमारा हृदय इतनी कठोरता में है, जो कठोरता हृदय को निर्मल हृदय होकर प्रभु के वचन हमारे लिए दिया देता है. അഹങ്കാരവും പാപവും നിറഞ്ഞതായ ഹൃദയം, और दोषा और पाप से भरा हुआ हृदय. ശൗലിനെ കുറിച്ച് നാം ചിന്തിക്കും. അദ്ദേഹത്തെ ആദ്യമായിട്ട് ഇസ്രായേലിലെ രാജാവായിട്ട് ദൈവം നിയോഗിച്ചു. पुराना नियम में शाऊल के नाम दिया गया है,
और इस्राएलियों की प्रथम राजा होकर नियुक्त किया है। ദൈവം അവന് ഒരു പുതിയ ഹൃദയം കൊടുത്തു, ഒരു പുതിയ അഭിഷേകം അവന് കൊടുത്തു. और यहोवा परमेश्वर ने एक नया हृदय दिया और एक अभिषेक भी दिया है। അത് പ്രവാചകന്മാരുടെ കൂടെ ചേർന്ന് താനും പ്രവചിക്കുവാൻ തുടങ്ങി. भविष्यवक्ताओं के साथ भी साथ वो शाऊल भी भविष्यवाणी देने के लिए शुरू किया। രാജ്യകാര്യങ്ങൾ നന്നായി നിർവഹിക്കുന്നതിന് വേണ്ടി അത്ര ഒരു പുതിയ അഭിഷേകം ശൗലിന് ദൈവം നൽകിയത്. और राज्य प्रभुता करने के लिए यहोवा परमेश्वर ने शाऊल को एक नया हृदय दिया है। എന്നാൽ പിന്നത്തേതില് തന്റെ പാപജീവിതവും അഹങ്കാരവും നിമിത്തം അവനെ രാജസ്ഥാനത്ത് നിന്നും ദൈവം നീക്കിക്കളഞ്ഞു. आगे बढ़ा हुआ समय उन्होंने आज्ञा उल्लंघन किया और हृदय घमंड से भर गया। इसी कारण में राज सिंहासन उनको रहित हो गई है। നമ്മുടെ ഹൃദയത്തിലുള്ളതായ അത് പാപങ്ങളും അതുപോലെ തന്നെ അതിൻ്റെതായ ഡിഫക്റ്റുകളും ഒക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പുതിയ ഹൃദയം തരാമെന്നത്രേ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. हमारे मन भावनी सोच विचार हमारे हर प्रकार के काम कार्य निकाल कर स्वर्गीय स्थान में स्वर्गीय अनुभव मिलने के लिए एक नया हृदय यहोवा परमेश्वर ने हमें दिया देता है। ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഹൃദയ സംബന്ധമായ വേദനകളും രോഗങ്ങളും യേശു എടുത്തു മാറ്റും. ये वचन सोच विचार करे तब हमारा हृदय की वेदना दुख और सारे संकट को परमेश्वर ने हटा दिया देता है। കർത്താവ് നമുക്ക് ഒരു പുതിയ ഹൃദയം തരട്ടെ. मसीह यहोवा ने हमें एक नया हृदय दिया दे। പലപ്പോഴും വാഹനങ്ങൾ അഥവാ കാറ് ഒക്കെ വിൽക്കുന്നതായ കമ്പനികള് ഇങ്ങനെ പരസ്യപ്പെടുത്താറുണ്ട്. ये कई बार गाड़ी बिक्री करते हैं ऐसे लोग ये आम तौर पर एक बात दिया देता है। വിൽപ്പനാനന്തരം അവർ ഒരു നിശ്ചിത പീരീഡിൽ വിറ്റതായ കാറുകൾക്ക് അതിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ പോരായ്മകൾ അത് നിർമ്മാണത്തിലുള്ളതായ എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തിയാൽ അവർ ആ കാറുകളെ റീകോൾ ചെയ്യും, തിരിച്ചു വിളിക്കും. और एक नया गाड़ी बिक्री किया है उसमें और बनावट में कुछ गलती हो गया, ये गाड़ी को कुछ नुकसान पाएगा तो वो गाड़ी वापस बुलाते हैं। ആ വാഹനങ്ങൾ തുടർന്നും ഓടുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് അപകട സാധ്യത ഉണ്ട്. जो गाड़ी आगे चलाने के लिए दिया देगा तो गाड़ी और ऐसा एक्सीडेंट में पड़े है। ആ കാറുകൾ റിട്ടേൺ ചെയ്താൽ മതി, അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. वो गाड़ी वापस देने का है और ज्यादा खर्चा नहीं होते हैं। അഡീഷണൽ ആയിട്ട് ചെലവൊന്നുമില്ലാതെ തന്നെ പുതിയ കാറ് കിട്ടും. और इसके ज्यादा से ज्यादा पैसा देने का जरूरत नहीं, दूसरा नई गाड़ी देते हैं। അതെ, പെർഫെക്റ്റ് അല്ലാത്തതായ അത് നമ്മുടെ ഹൃദയത്തെ നാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സറണ്ടർ ചെയ്യുവാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ഹൃദയം തരാമെന്ന് തിരുവചനത്തിൽ ദൈവം നമുക്ക് ഉറപ്പു തന്നിരിക്കുന്നു. दुख से भरी हुई एक हृदय हमारे में हो, वो हृदय हमारा मसीह की यहोवा की हाथ में समर्पण कर दिया दे। यहोवा ने कहा मैं एक नया हृदय तुम्हारे लिए दिया देगा। യെഹെസ്കേലിന്റെ പ്രവചനം 36-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കുന്നു. यहेजकेल की पुस्तक 36वां अध्याय और 27वां पद में ये बात हम पाया जाता है। ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. യഹെസ്കേൽ എത്ര ഒന്നോടൊന്ന് പറഞ്ഞേ? യെഹെസ്കേൽ 36-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. 36-ന്റെ 27 मैं अपना आत्मा तुम्हारे भीतर देकर ऐसा करूंगा कि तुम मेरी विधियों पर चलोगे और मेरे नियमों को मानकर उनके अनुसार करोगे.
കല്ലായുള്ള ഹൃദയം നീക്കിയിട്ട് മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. वो एक पत्थर के न्याय हृदय है, जो हृदय हटाते हुए एक मांस भरी हुई एक हृदय तुम्हारे में दिया देंगे. ദൈവത്തെ ഭയപ്പെടുവാനും സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായി ജീവിക്കുവാനും പുതിയ ഹൃദയത്തിന്റെ ഉടമകളായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു. औरों के साथ मेल मिलाप में हो, प्यारे में हो और तस्वीर दिखाने के लिए हो, वो ईश्वर ने हमारे लिए एक अच्छा निर्मल हृदय देता है. ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫർ അത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. ये वचन एक अच्छा सरल शक्ति दिया देता है. അത് പഴകിയത്, അത് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്, അത് നമ്മൾ സറണ്ടർ ചെയ്യുവാൻ തയ്യാറാവുകയാണെങ്കിൽ പുതിയതൊന്ന് തരാൻ കർത്താവ് തയ്യാറത്രേ. हमारा हृदय पुराना हो गया, इसका मतलब यही है हमारा मन भावने सोच विचार कठिन होवे तो जो हृदय हटाकर एक निर्मल सरल हृदय दिया देगा, वो यहोवा ने कहा है. ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഹൃദയം എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്കത്രേ നമ്മുടെ ജീവിതവും പോകുന്നത് എന്ന്. ये वचन है, हमारा हृदय कहाँ चैलेंज है वहां पर हमारा सोच विचार भी होता है. സദൃശ്യവാക്യങ്ങൾ 4-23 വാക്യം. और नीति वचन में 36वां अध्याय में भी ये वचन पाया जाता है. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. सारे जागृति के साथ परमेश्वर की वचन की खोज में रहे, कारण सारे सोता वहां से बहती है. അതെ, നമ്മുടെ ജീവിതത്തിലും നാം ഹൃദയത്തെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കണം. हमारा हृदय को इतनी जागृति में सुरक्षित रखे. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണം. हमारे सोच विचार सब प्रभु की इच्छा के आधार पर आगे बढ़े. ഹൃദയം കൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കണം. हृदय से मसीह में ईश्वर को विश्वास रखना. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ നാം അന്വേഷിക്കണം. संपूर्ण हृदय से परमेश्वर की वश में होना. കാരണം ഈ ഹൃദയത്തിൽ നിന്നത്രേ ജീവന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ये हृदय से जीवन की उत्पन्न होता है. നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോഴത്തേക്ക് ജാഗ്രതയോടുകൂടി ഹൃദയത്തെ സൂക്ഷിക്കാത്തതായ വ്യക്തികള് നാശകരമായ വഴിയിലൂടെ അത്രേ പോകുന്നത്. बाइबल में पाया जाता है वो ऐसे जागृति में परमेश्वर के इतिहास को ना माने उन्होंने गलत रास्ता पर जाते हैं. വചനത്തിന് ജീവിതത്തിൽ ഒരു വിലയും കൽപ്പിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതായ വ്യക്തികളുടെ തകർച്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. आजकल दिनों में हम देखते हैं अपने मन भावनी में जीवन बिताते हैं, औरों को साथ प्रेम मेल मिलाप नहीं है और विनाश के गड्ढे में जाते हैं, हम देखते रहते हैं. അതുകൊണ്ട് അത്രേ പറയുന്നത്, ഹൃദയം എങ്ങോട്ടാണോ പോകുന്നത് ആ വഴിക്ക് അത്രേ ജീവിതവും പോകുന്നത്. इसी कारण में लिखा है तुम्हारा मन भावने हृदय की सोच विचार कहाँ जाते हैं वहां की ओर पर तुम्हारा रास्ता भी आगे होते हैं. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഹൃദയം എല്ലാ വിചാരങ്ങളുടെയും ഉറവയാകുന്നു. और पहले हम सोचा है हमारा हृदय हर प्रकार की स्वता की नहीं होते हैं. മറ്റു വാക്കുകൾ പറയാൻ, നാം എന്താണോ ചിന്തിക്കുന്നത്, നാം എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ വഴിക്ക് അത്രേ ജീവിതം മുമ്പോട്ട് പോകുന്നത്. हम क्या सोचते हैं, क्या मन लगते हैं, वही रास्ता में हमारा हृदय भी जाते हैं. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ശക്തി പ്രാപിക്കുന്നതായ വ്യക്തികൾ തളർന്നു പോകുകയില്ല. वो मसीह में भरोसा रखता है, उनका आश्रय उन्हीं में है, ऐसी कोई किसी लोग हारेगा नहीं और आगे बढ़ते रहेंगे. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, यिर्मयाह भविष्यवक्ता की पुस्तक അതില് 17:9 വാക്യം. और 17वां अध्याय की 9वां पद में ये वचन दिया है, मन तो सब वस्तुओं से अधिक धोखा देने वाला होता है.
उसमें असाध्य रोग लगा है, उसका भेद कौन समझ सकते हैं? അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. हृदय सारे वस्तुओं से अधिक धोखा देने वाला होता है. ദൈവം നല്ല ഒരു ഹൃദയം അത്രേ എല്ലാ മനുഷ്യനും വെച്ച് പിടിപ്പിച്ചത്. ये होगा परमेश्वर ने मनुष्य को अच्छे शुद्ध हृदय रखा गया है. ആദാം പാപം ചെയ്തതോടുകൂടി സകല മനുഷ്യരിലും ആ പാപത്തിൻ്റെതായ വിഷം വന്നുകൂടി. प्रथम मनुष्य एदम ने पाप किया, अपराध किया, तब हृदय गलत रास्ता पर जाने पड़ा. वो हर लोगों में ही है. അതെ, അത് നിമിത്തം പല മനുഷ്യരുടെയും ഹൃദയം കപടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. इसी कारण में दुनिया के हर लोगों का हृदय कापट्य हो जाता है. പരമാർത്ഥ ഹൃദയമുള്ളവരത്രേ ദൈവത്തെ ആരാധിക്കുന്നവര്. सच्चे सच्चे हृदय वाले वो ने परमेश्वर को सच्चाई में आराधना देता है. നാം മനുഷ്യരുടെ മുഖം നോക്കുന്നു. हम वो मनुष्य की जो व्यक्तित्व को देखते हैं. സൃഷ്ടാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. मसीह ने होवा ने हमारा हृदय को जांच लेते हैं. യഹോവയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. 10ാമത്തെ വാക്യം. वो 10वां पद में ये दिया गया है, मैं यहोवा मन की खोजता और हृदय को जानता हूं, ताकि प्रत्येक जन को उसके चाल चलन के अनुसार अर्थात उसके कामों में फल दूं. സകല മനുഷ്യരുടെയും സ്വാധീനിച്ചിരിക്കുന്നത് ആദാമിൻ്റെതായ പാപം അത്രേ. ये सारे मानव जाति अधीन है एदम को पाप की अपराध की वश में. അതുകൊണ്ട് ഈ ലോകത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നു. इसी कारण में दुनिया में पाप से भर गई है. എന്നാൽ രണ്ടാം ആദാമായ യേശുക്രിസ്തുവിലൂടെ നീതി വെളിപ്പെട്ടു വന്നു. दूसरा आदम यही है मसीह. उन्हीं के द्वारा धार्मिकता को प्रकट दिया और ठहराया गया है. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. मसीह और मसीह के नाम में हमें धार्मिक ठहराया है. അപ്പോൾ ഹൃദയത്തിന് ഒരു രൂപാന്തരം അഥവാ ഒരു പുതിയ ഹൃദയം നമുക്ക് ആവശ്യമായിരിക്കുന്നു. हमें एक नया शरीर से एक हृदय की आवश्यकता है. നമ്മുടെ ഗവൺമെന്റുകള് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെയും ആളുകളെ നന്നാക്കുന്നതിന് വേണ്ടിയും അവർക്ക് ഒരു സ്വഭാവത്തിലെ രൂപാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയും പല റിഫോംസും കൊണ്ടുവരാറുണ്ട്, പരിഷ്കാരങ്ങൾ കൊണ്ടുവരാറുണ്ട്. और हमारा गवर्नमेंट की तरफ से हो वो उन्होंने ट्रेनिंग देता है, उन्हीं की वश में रहकर उनका आज्ञाकारी होने के लिए उनको शिक्षा देते हैं. കൊടും കുറ്റവാളികളായിരിക്കുന്ന പലരെയും ജയിലുകളിൽ അടച്ചിരിക്കുന്നു. दंड से भरे गलत काम किए वालों को दंड देते हुए जेल खाने में डालते हैं. അവരുടെ സാഹചര്യങ്ങൾ മാറ്റുമ്പോൾ പരിഷ്കരിക്കുമ്പോൾ അവർക്ക് ഒരു വ്യത്യാസമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. और उन्होंने जेल खाने में है तब इनका स्वभाव बदलने के लिए कुछ हाल होएगा, ये सोच विचार है. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ശ്രമിക്കുന്നു. और उन्होंने पढ़ने के लिए अवसर देते हैं. അവർക്ക് ആവശ്യമായിട്ടുള്ളതായ ധനസഹായം ചെയ്യുന്നു. और इनका जरूरत के धन देते हैं. അവർക്ക് ഉല്ലാസം പകരുന്നതായ TV മുതലായ കാര്യങ്ങളൊക്കെ കാണുന്നതിനുള്ളതായ അവസരങ്ങൾ കൊടുക്കുന്നു. उन्होंने सोच विचार मन भावना बदलने के लिए टीवी इत्यादि चीजों देते हैं. നല്ല ആഹാരം അവർക്ക് കൊടുക്കുന്നു. अच्छे भोजन गिराते हैं. എന്നാൽ ഈ വക കാര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും അത് രൂപാന്തരപ്പെടുന്നില്ല. ये इत्यादि चीजों से कोई कुछ की किसी का हृदय को बदलाहट नहीं होते हैं.
അവരുടെ ബാഹ്യമായിട്ടുള്ളതായ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയത് കൊണ്ട് ആന്തരികമായ ഒരു ചേഞ്ചും ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. बाहरी तौर पर उनको बदल डालने के लिए कोशिश करते हैं, लेकिन आंतरिक तौर पर उनको कुछ फेर फर्क नहीं पड़ते हैं. എന്നാൽ UK പോലുള്ള രാജ്യങ്ങളിൽ ജയിൽ പുള്ളികളോട് സുവിശേഷം അറിയിക്കുന്നതിന് ദൈവത്തിന്റെ ദാസന്മാർക്ക് അവകാശമുണ്ട്. यूके इत्यादि यूनाइटेड किंगडम वहां पर जेल खाने में है, वही लोगों को सुसमाचार सुनाने के लिए प्रचारकों को अनुमति दिया देता है. കേരളത്തിലും അതിനുള്ളതായ സാവകാശം ഗവൺമെന്റ് പെർമിഷൻ നൽകുന്നുണ്ട്. वो केरला में भी जेल खाने में सुसमाचार सुनाने के लिए केरला गवर्नमेंट अनुमति दिया है. ഒരിക്കൽ തിരുവനന്തപുരത്തുള്ളതായ പ്രശസ്തമായിട്ടുള്ളതായ ഒരു ജയിലിൽ കടന്നിരുന്ന് സുവിശേഷം അറിയിക്കുന്നുള്ളതായ ഭാഗ്യം എനിക്കുണ്ടായി. और परमेश्वर के दास को भी एक अवसर मिली है, त्रिवेंद्रपुरम में जेल खाने में जाकर सुसमाचार सुनाने के लिए अवसर मिली है. അപ്പോ അതിന് ഉത്തരവാദപ്പെട്ടതായ ഉദ്യോഗസ്ഥൻ ജയിൽ പുള്ളിയോട് പറഞ്ഞു, ക്രിസ്ത്യാനികളായിട്ടുള്ളതായ എല്ലാ പുള്ളികളും കടന്നു വരുവാൻ പറഞ്ഞു. और जेलर ने यह बात कहा है, यीशु मसीह का नाम दिया, ईसाई लोग जितने गुलाम में हैं वो लोग आए वचन सुने. ഉടനെ തന്നെ ആ ഹാള് നിറഞ്ഞു കവിയുന്ന തരത്തില് ജയിൽ പുള്ളികൾ എന്റെ മുമ്പിൽ വന്നിരുന്നു. और गुना किए हुए लोग वहां पर बंदीगृह में थे, वो लोग परमेश्वर के दास की शब्द सुनने के लिए वहां पर आया है. പ്രത്യാശയുടെ വചനം കേട്ടപ്പോൾ അവർ പലരും കരയുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. आशा की वचन परमेश्वर के दास का द्वारा सुनाया, वो मान लिए हुए, वो खेदित यो है, उन्होंने आंसू बहाकर मसीह की वचन अपनाया है. ലോകത്തെമ്പാടുമുള്ളതായ ജയിലുകളില് ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ളതായ പെർമിഷൻ കൊടുക്കാറുണ്ട്. और दुनिया के कोने कोने तक ऐसे गुलाम में है, जेल खाने में है, जो लोगों को सुसमाचार सुनाने के लिए अनुमति दिया देता है. ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നതായ വ്യക്തികൾ അഥവാ ഒരു പുതിയ ഹൃദയം സ്വീകരിക്കുന്നതായ വ്യക്തികൾ ഇന്ന് സുവിശേഷ പ്രചാരകന്മാരായിട്ട് ലോകത്തെങ്ങും നമുക്ക് കാണുവാൻ കഴിയും. ऐसे प्रकार के सुसमाचार सुनाने में मन फिराते हैं और यीशु को अपनाते हैं. जो लोग बाहर आते हैं, सुसमाचार की घोषणा अपने ऊपर स्वयं स्वीकार करते हैं. സുവിശേഷത്തിൻ്റെതായ ശക്തി എന്ന് പറയുന്നത് वही है सुसमाचार की सामर्थ्य. അതെ, ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വരുത്തിയാൽ അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള മാറ്റം ഉണ്ടാകണമെന്നില്ല. और भौतिक तौर पर व्यतिचलन होएगा तो आंतरिक रीति पर उनका स्वभाव बदलने के लिए हो नहीं सकता है. കർത്താവ് ഇന്ന് നമ്മോട് പറയുക എത്ര ചെയ്യുന്നത്, നാം നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുകയാണെങ്കിൽ ഒരു പുതിയ ഹൃദയം കർത്താവ് നൽകാമെന്ന്. मसीह की वचन आज सुबह ही समय आपकी ओर देता है. अपना हृदय मसीह को देगा तो मसीह की तरफ से अच्छा सरल हृदय मसीह हमारे लिए देता है. സദൃശവാക്യങ്ങൾ 17:22. और नीति वचन 18वां अध्याय में भी वो शब्द दिया देता है. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ये संतुष्ट मानस, इसकी मतलब अच्छे भले हृदय, वो लोगों यीशु की ओर लाने के लिए अच्छा शुद्ध मन भावनी होने देता है. നമുക്ക് ഒരു സന്തോഷമുള്ളതായ ഒരു ഹൃദയമുണ്ടോ? आनंद की एक हृदय हमारे लिए है नहीं है. നമുക്ക് ആനന്ദമുള്ളതായ ഒരു ഹൃദയം ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയം കർത്താവുമായിട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് കണക്റ്റഡ് ടു അവർ ഹാർട്ട്. और हमारा आनंद का हृदय यही है, यीशु को अपनाया हुआ लोगों को हृदय आनंद से भरी हुई है. സാഹചര്യങ്ങൾ നന്നായിരിക്കുന്നത് കൊണ്ടല്ല നമുക്ക് ഹൃദയത്തിലെ സന്തോഷം ഉണ്ടാകുന്നത്. और हमारा चारों धर्म खूबसूरत है, यानी अच्छा है, इसीलिए हमारा हृदय आनंद से भरता नहीं,
मसीह की शब्द से आनंद से भरते हैं। ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു സന്തോഷം, ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നത് ക്രിസ്തുവുമായിട്ട് അവരുടെ ഹൃദയം അത് യോജിച്ചിരിക്കുന്നത് കൊണ്ടത്രേ. परमेश्वर के लोग इतने कठिन शोधना में जाते हैं, गुजरते हैं, उसी समय भी आनंद से भरने के कारण मसीह की सामर्थ्य हमारे में वास करता है। इसी कारण में ആത്മാവിന്റെ ദാനമത്രേ ഈ ഹൃദയത്തിലുള്ളതായ സന്തോഷം എന്ന് പറയുന്നത്. ये आत्मा एक दान दिया है, वो ही है हमारा हृदय की आनंद। നമ്മുടെ ഭൗതികമായിട്ടുള്ളതായ ജീവിത സാഹചര്യം ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളൊക്കെയും അതിന്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ആന്തരികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ അത്രേ. हमारा जिंदगी की हर परिस्थितियों में हम गुजरते हैं, जिसके कारण हमारा हृदय टूट फूट होते हैं। इसी कारण में ക്രിസ്തുവുമായിട്ടുള്ളതായ ഒരു നല്ല ബന്ധം, സജീവമായിട്ടുള്ളതായ ഒരു ബന്ധം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാളുടെ ബാഹ്യമായിട്ടുള്ളതായ ജീവിതവും സാഹചര്യങ്ങളും അത് അനുഗ്രഹകരമായിരിക്കും. मसीह का साथ हमें एक अच्छे मेल मिलाप होवे तो हमारा आत्मिक और भौतिक तौर से भी आनंद मना सकते हैं। ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ചിലരൊക്കെ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കാറുണ്ട്. और छोटा सा एक शब्द आते हैं, तब कई लोग इतने गुस्सा होते हैं। മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പലരും രോഗികളായിരിക്കുന്നു. वो लोग को क्षमा दे नहीं सकता है, इसलिए कई लोग रोगी बन जाते हैं। പല ആളുകളും ആയുസിന്റെ മധ്യാഹ്നത്തിൽ എടുക്കപ്പെടുന്നത് അവർ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തത് കൊണ്ടത്രേ. आजकल बड़ा यूं है, माता पिता की आज्ञा नहीं माने ये लोग आयु की और मध्य समय में मर चुके हैं। പലരും സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അധികാരികളെ ബഹുമാനിക്കാത്തത് കൊണ്ടും അവർക്ക് കീഴ്പ്പെട്ടിരിക്കാത്തതും കൊണ്ടത്രേ. हमारा शीर्ष में रहते हैं वो लोग के शब्द को अधीन रहना नहीं चाहते हैं, इसी कारण में दुख से भरी हो जाती है। നാം ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ടെൻഷനും അതുപോലെ വൈകാരികമായിട്ടുള്ളതായ അത് ബുദ്ധിമുട്ടുകളും ഒക്കെയും നമ്മുടെ ശരീരത്തിൻ്റെതായ പ്രവർത്തനത്തെ ബാധിക്കും. हमारा शरीर की और हमारा आग्रह, हमारा लालसा, ये संपूर्ण रीति पर आगे नहीं होते का कारण यही है, और अच्छे भले एक हृदय हमारे में नहीं है। സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സന്തോഷം, और आर्थिक बातों में नहीं हमारा हृदय की आनंद। വചനം പറയുന്നത് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. और वचन यही दिया देता है, एक अच्छा निर्मल हृदय होता है एक दवा पीने से भी भलाई। നാം അത് അനേകം ദൈവദാസന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ വളരെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. और आज के दिनों में अनेक परमेश्वर की दासों के बारे में सोच समझते हैं, कई प्रकार की पीड़ित हाल से उन्होंने जीवन बिताते हैं। ജീവൻ പോലും അപകടത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒട്ടും പിന്മാറാതെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതായ ദൈവത്തിന്റെ ദാസന്മാർ. और जीवन खतरनाक में है, जीवन खो जाने के लिए अवसर है, फिर भी आनंद से भरपूर होकर परमेश्वर की सेवकाई में लोग आगे बढ़ते हैं। അവർക്ക് ജോലി ചെയ്യുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതായ അവസരങ്ങൾ നിഷേധിക്കുന്നു. उन्हीं को और काम करने के लिए और तंगा मिलने के लिए और अधिकारियों ने निश्चित करते हैं। പൊതു കിണറുകളിൽ നിന്നും വെള്ളം കോരുന്നതിനുള്ള അവകാശം നിഷേധിക്കുന്നു. और आमतौर पर हुआ है, वो कुआं में से पानी निकालने के लिए ईसाई नाम दिए हुए लोगों को निश्चित होता है। റേഷൻ വാങ്ങുന്ന അവകാശം പോലും എടുത്തു കളയുന്നു. जो मिरास मिलने का अधिकारी से उन्होंने जो निकाल देते हैं, സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്നു. और आमतौर पर लोगों के बीच में अलग कर एकताई में होते हैं.
ഇങ്ങനെയുള്ളതായ ഏറ്റവും കഠിനവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ സേവിക്കുന്നതായ ദൈവത്തിന്റെ ദാസന്മാർ അത് ഒട്ടും പിന്മാറുവാൻ അവർ തയ്യാറാകുന്നില്ല. वो कई प्रकार के प्रश्नों से गुजरना पड़ते हैं, फिर भी परमेश्वर के दासों ने जो मसीह ने दिया हुआ वो आज्ञा से वो पीछे मोड़ता नहीं है. പ്രതികൂലങ്ങളുടെയും പീഡനത്തിന്റെയും മധ്യം ആവേശത്തോടു കൂടിയും അവർ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ സേവിക്കുന്നു. कुछ प्रतिकूल अनुभव में हो, कष्ट शोक हो, दुख भोगने का हो, फिर भी हमारा मसीह की सामर्थ्य शक्ति में उन्होंने आगे जीवन बिताते हैं. അവരുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നു. उनके हृदय में यीशु मसीह वास करते हैं. ജയിലിൽ അടയ്ക്കപ്പെട്ടതായ പൗലോസിനെയും അതുപോലെ തന്നെ പത്രോസിനെയും ഒക്കെ നമുക്കറിയാം. जेल खाने में डाला है, प्रेरित पत्रोस हो, प्रेरित पौलोस हो, उनका इतिहास हमको जानते हैं. ഇത്രയും വലിയ പീഡനത്തിന്റെയും കൊടിയ മർദ്ദനത്തിന്റെയും മധ്യേയും അവർ ജയിലിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും തയ്യാറായി. इतने घोर रीति पर उनको उपद्रव देते हैं, दंड देते हैं, फिर भी जेल खाने के अंदर ताली बजाकर उन्होंने परमेश्वर को आराधना स्तुति देता है. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. इसके रहस्य क्या है? उन्हीं का हृदय मसीह का हृदय के साथ मिलजुला है. ഈ ബന്ധത്തിൽ നിന്നും അതെ കർത്താവുമായുള്ളതായ ആ പരിപാവനമായ ബന്ധത്തിൽ നിന്നും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ പിന്മാറ്റുവാൻ കഴിയുകയില്ല. ये मसीह के वचन से, मसीह के सामर्थ्य से, मसीह के जो दिए हुए वो वरदान से हमें कोई किसी सामर्थ्य को मसीह की अनुग्रह से रहित करने के लिए हो नहीं सकता है. അടുത്ത കാലത്ത് ഒരു വാർത്ത കേൾക്കുന്നതിനിടയായി തീർന്നു. इसकी आमने सामने दिनों में एक शब्द सुनने पाया. അത് മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അനേക വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു കുടുംബം ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. कई वर्षों के पीछे मेघालय में एक परिवार यीशु को ग्रहण किया है. അപ്പോൾ അതിന്റെ ഗൃഹനാഥനെ അവർ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമത്തലവൻ അത് കൂട്ടിക്കൊണ്ടുവന്നു. और वहां के लोग यीशु को अपनाया हुआ व्यक्ति को शहर की ओर लाया है. ഗ്രാമത്തലവൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ യേശുവിനെ ഉപേക്ഷിച്ചില്ല എങ്കിൽ നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊന്നുകളയും എന്ന്. और यहाँ पर प्रमुख व्यक्ति ने यही बात कहने लगा, तू यीशु को त्याग नहीं करेगा तो तेरी बच्चा को हम मार डालेंगे. അതിന് അദ്ദേഹം തയ്യാറാകുന്നതുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. उन्होंने ये तैयारी नहीं हुई. इसी कारण में मेघालय में जो लोग वो बच्चा को सताया है. അതിനുശേഷം തന്റെ ഭാര്യയെ മുമ്പോട്ട് കൊണ്ടുവന്നു. इसके बाद में उनके पत्नी को आगे लाया है. ആ മനുഷ്യനോട് പറഞ്ഞു, നീ യേശുവിനെ ത്യജിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നിന്റെ ഭാര്യയെ ഞങ്ങൾ കൊല്ലും എന്ന്. उन्होंने कहा तो यीशु को वो त्याग नहीं करेगा तो और तेरी पत्नी को भी हम मार डालेंगे. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, താൻ ഈ യേശുവിനെ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഇതുപോലെ തന്നെയും കൊല്ലുമെന്ന്. फिर इसके बाद में उन्होंने कहने लगा है, तू यीशु को त्याग करे नहीं है तो तेरे को भी मार डालेंगे. താൻ അത് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതായ ഒരു ജീവിതമുള്ളതായ അനുഭവമുള്ളതായ ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, പിന്മാറില്ല, ഞാൻ പിന്നോട്ട് പോകില്ല എന്ന്. और ये व्यक्ति ने ये बात कहने लगा, मैं यीशु को सच्चे रीति पर ग्रहण किया पाया, इसी कारण में मैं पीछे हटूंगा नहीं, मैं पीछे हटूंगा नहीं. എന്റെ മുമ്പിൽ ക്രൂശും ലോകം എന്റെ പിന്നിലും എന്ന് അദ്ദേഹം പറഞ്ഞു. യോ ही ऐसे कहने लगा, मेरा आगे मसीह का क्रूस, मेरा पीछे संसारी की बात.
തന്റെ ഉറച്ച നിലപാട് കണ്ടിട്ട് ജനമെല്ലാം, അവിടെ കൂടിയ ജനമെല്ലാം കരയുവാൻ തുടങ്ങി. और ये व्यक्ति ने एक ऐसे अच्छे निर्णय लिया, पीछे नहीं मोड़ा। वहां पर जितने लोग इकट्ठा हो गया, वो लोग आश्चर्य से भर गई। രാമമുഖ്യൻ ഉൾപ്പെടെ എല്ലാവരും അത് ഏറ്റുപാടി, ഈ ഈ യേശുവിനെ ഞങ്ങൾക്കും വേണം എന്ന്. ये देश गांव वाले ने और आए हुए लोगों ने यह बात कहने लगा, ये मसीह को हमको भी चाहिए। വിശ്വപ്രസിദ്ധമായ ഈ ഗാനത്തിന്റെ അത് ഉത്ഭവം എന്ന് പറയുന്നത് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അത് പിന്നത്തേതില് അത് ഒരു ഒരു സായിപ്പ് അതിനെ വേണ്ടവണ്ണം ചിട്ടപ്പെടുത്തി മനോഹരമായിട്ട് ആ പാട്ട് ഇന്ന് ലോകമെമ്പാടും പ്രസിദ്ധമായിരിക്കുന്നു. ये व्यक्ति का ये अनुभव देखते हुए एक गीत बनाया, ईसाई लोगों का बीच में एक अच्छे गीत बनाया। एक घोड़ा वाला ने आकर ये गीत बनाया है। സംസ്ഥാനത്തിലെ ജനങ്ങൾ മുഴുവനും അത് ആ ക്രിസ്തുവിലേക്ക് വരുന്നതിന് അത് മുഖാന്തരമായി തീർന്നു. ये और देश में देश निवासियों ने यीशु को ग्रहण करने के लिए ये गीत ये अच्छा सुसंदेश बना दिया है। എന്നാൽ ആധുനിക ലോകത്തുള്ളതായ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അധികം പണം സമ്പാദിക്കണം, ഭൗതികമായിട്ടുള്ളതായ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നത്രേ. आजकल दिनों में नए सिरे से जन्म पाते आगे आते हैं लोग, उनका दर्शन धन दौलत के ऊपर बैठे सुखलाभ में जीवन बिताए, वही बात है। നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുമ്പോഴും അതിന്റെ മധ്യേയും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും മതിയായ കാരണങ്ങളുണ്ട്. हमारा जीवन में दुख से हो और वेदना भरी हुई हो, मसीह की शक्ति सामर्थ्य हमारे में होवे तो आनंद भर कर आगे जीवन बिताते हैं। അതെ, ഹൃദയ രൂപാന്തരം അല്ലെങ്കിൽ ഒരു പുതിയ ഹൃദയം എന്ന് പറയുന്നത്, അതെ, ക്രിസ്തു വസിക്കുന്നതായ ഒരു ഹൃദയം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അതത്രേ. और मन फिरागट एक नया हृदय मिलता है, वो ही मसीह की वचन की नींव डाला गया है। ഒരു പുതിയ ഹൃദയം, അതെ, ക്രിസ്തു വസിക്കുന്ന ഒരു ഹൃദയം സ്വീകരിച്ചതായ ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാനും അയാൾക്ക് കഴിയും. नए सिरे से जन्म पाया जो व्यक्ति के हृदय में मसीह वास करेगा, तो उन्होंने उनका जीवन की हर चाल चरण मसीह की पग पीछे पीछे होता है। ദാവീദ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയതായ 2 പാപപ്രവൃത്തികൾ ചെയ്തു. दावीद राजा के बारे में मनन करेगा तो उनका इतने खोर कठोर 2 अपराध उन्होंने किया है। എങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ऐसा पाप की दंड में है, फिर भी दावीद ने यहोवा की ओर प्रार्थना की। അദ്ദേഹം 51-ാം സങ്കീർത്തനം 10-ാം വാക്യം, 91वें भजन संगीता में वो बात हम पाया जाता है। ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ये यहोवा निर्मल हृदय, अच्छे सोच समझ के हृदय मुझे दे और मेरा पाप अपराध को तूने ढांक दे। അപ്പോ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? പുറമേ നല്ല ആളായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ താൻ പാപിയാണ്, തന്റെ പാപത്തെ ഉണർത്തിയപ്പോൾ, ഒരു വെളിപ്പാട് അയാൾക്ക് ലഭിച്ചപ്പോൾ, അത് പ്രവാചകനിലൂടെ ലഭിച്ചപ്പോൾ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുക എത്ര ചെയ്യുന്നത്. उन्होंने अपराध की उसी घड़ी में भविष्य वक्ताओं ने आकर उनको भविष्यवाणी की, जो अपराध के बारे में उनको दर्शाया। तब उन्होंने कहते हैं, अपराध की हृदय मुझे में निकाले और अच्छा शुद्ध हृदय मुझे में दे। ഹൃദയത്തിലുള്ളതായ ആ അപാകതകൾ, ആ ഡിഫക്ട്സ് പരിഹരിക്കണമെന്നല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നത്രേ പ്രാർത്ഥിച്ചത്.
उन्होंने ऐसा प्रार्थना किया, जो मैं किया गुनाह सही है वो नहीं बोला है। അദ്ദേഹം പറയുന്നു, भविष्यवक्ता ने कहा, वो बात सुनते हुए उनका अपराध हृदय हटाकर शुद्ध मन शुद्ध हृदय मुझे दे, ये बात प्रार्थना किया है। അങ്ങയുടെ സന്തോഷം തിരികെ തരണമേ എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. वो दावीद ने प्रार्थना किया, मुझे पहले एक अच्छा सरल हृदय दे, वो हृदय मुझे को वापस दे। അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നത്തേതില് തന്റെ പാപമോചനം ക്ഷമിച്ചു കിട്ടിയാൽ താൻ അതിക്രമക്കാരോട് സുവിശേഷം പറയും എന്നത്രേ. उन्होंने यही कहा है, मेरा अपराध निकालकर पाप हटाकर अरे शुद्ध मन हृदय देगा तो वो अपराध में रहने वालों को मैं परमेश्वर की वचन वाणी दिया देगा। അദ്ദേഹത്തിന്റെ ലംഘനം എന്ന് പറയുമ്പോൾ അത് തനിക്ക് പൂർണ്ണ അറിവുണ്ട്, താൻ ചെയ്യുന്നത് തെറ്റാണ്, പാപം എന്നുള്ള ബോധ്യത്തോടു കൂടി അത്രേ, മനഃപൂർവ്വമായുള്ള പാപം അത്രേ താൻ ചെയ്തത്. और ये दाऊद ने कहते हैं, जो किया गुनाह अपराध सही नहीं है, जो मैं माफी मांगू मैं परमेश्वर की ओर आऊं। തന്റെ പാപം തനിക്ക് ബോധ്യപ്പെട്ട് കിട്ടിയപ്പോൾ താൻ ഒന്നും മറച്ചു വെക്കാതെ കവിഞ്ഞൊഴുകുന്നതായ ആ കരുണയ്ക്ക് വേണ്ടിയും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുകയത്രേ ചെയ്യുന്നത്. जो अपराध के बारे में उनको जानकारी मिली, उसी समय नदी बहते हैं ऐसे नहीं, दया देने वाला यहोवा की ओर घुटना टेका और प्रार्थना किया। വളരെ നാൾ തന്റെ പാപം താൻ മറച്ചു വെച്ചുകൊണ്ട് മാന്യനായിട്ട് ജീവിച്ചു. और उनका अपराध को ढांप रखे हुए उन्होंने आदरणीय होकर जीवन बिताया। പ്രിയരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം. प्यारो, हमारा हृदय और एक बार स्वयं शुद्धि पवित्रता के लिए आगे रखे। പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സകല പാപങ്ങളും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. और पवित्र आत्मा सुबह के समय हमें याद दिलाता है, अच्छे मन अच्छे हृदय हमें दिया देने के लिए। തന്റെ രക്തത്താൽ കഴുകി നമ്മെ വിശുദ്ധീകരിച്ച് ഒരു പുതിയ ഹൃദയം കർത്താവ് നമുക്ക് നൽകട്ടെ. मसीह के लोगों से हमें धोले, शुद्ध करे, पवित्र करे, एक नए सिरे से हृदय हमें प्राप्त करने के लिए। സ്ഥിരമായ നമ്മിൽ എപ്പോഴും വസിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം ഇനിയും നമ്മുടെ മേൽ പകരട്ടെ. हमारे हृदय में सिर रहा हुआ एक हृदय की स्वामी बनकर अधिकारी होकर जीने के लिए मुझे अधिकार दे। ക്രിസ്തു തന്റെ ശരീരം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചത് കൊണ്ട് തന്റെ അവസാനത്തുള്ള രക്തം വരെയും പാപികളായ മനുഷ്യർക്ക് വേണ്ടിയും ഒഴുക്കി തന്നതുകൊണ്ട് നാം ഒരു വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു. मसीह ने काल्वरी सलीब पर, क्रूस पर अपने जीवन स्वयं समर्पण किया। जो मसीह की आदर के लिए हमारा जीवन सौंपा जाएगा तो मसीह वो नया हृदय देते हैं शुद्ध पवित्र जीवन बिताने के लिए। ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് ആയിട്ടുള്ളതായ ഒരു സ്ഥലമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുകയത്രേ ചെയ്യുന്നത്. मसीह के लोगों से हमें शुद्ध किया, पवित्र किया, उनकी आत्मा को हमें दिया, ये नए सिरे से जीवन बिताने के लिए। അതെ, പോരായ്മകളില്ലാത്തതായ മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകർന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. हमारे जीवन में कुछ टूट फूट बात होता है, ये सारे निकाल कर शुद्ध मन से अच्छे विवेक हृदय से हमारा जीवन बिताने के लिए पवित्र आत्मा की अगुवाई हमें मिले। धन्यवाद. നമുക്ക് വേണ്ടി നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്തതായ ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. प्रभु परमेश्वर के नाम की महिमा हो, प्रभु ने आदर दिया है। धन्यवाद. പാസ്റ്ററോടും സഹപ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നു. सभी प्रार्थनाओं में आए अभिषिक्त दासों के लिए और सारे सुने हुए व्यक्तियों के लिए भी धन्यवाद देता हूं.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. परमेश्वर